നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്ത. രാജ്യത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങി കില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ദേശീയ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS ഏറ്റുവാങ്ങി. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ എത്തിയത് 4300-ലധികം ഉദ്യോഗാർത്ഥികൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ബയോ ഹാർമണി ശില്പശാല സംഘടിപ്പിച്ചു. ദേശീയ സരസ് മേളകൾ സംഘടിപ്പിച്ചതുവഴി കുടുംബശ്രീ സംരംഭകർ നേടിയത് 104.35 കോടി രൂപ. രാജ്യത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങി കില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ദേശീയ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS ഏറ്റുവാങ്ങി. 1 കോടി രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശീയ പഞ്ചായത്തി രാജ് ദിനാഘോഷത്തോടനുബന്ധിച്ച് ബീഹാറിലെ മധുബനിയിൽ നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് വിതരണം നടന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യശേഷി വർധനവിനും അവയുടെ നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി 2023-24 വർഷത്തിൽ നടത്തിയ മാതൃകാപരമായ ഇടപെടലുകളാണ് കിലയ്ക്ക് 2025-ലും ദേശീയ അംഗീകാരം നേടിക്കൊടുത്തത്. സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് രാജ്യത്തുടനീളമുള്ള പഞ്ചായത്ത് രാജ് പരിശീലനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ദേശീയ പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാര വിഭാഗത്തിൽ 1ാം സ്ഥാനത്തേക്കാണ് കില തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളമുള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെയും ഗ്രാമസഭകളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളയിലെത്തിയത് 4300ഓളം ഉദ്യോഗാർത്ഥികൾ. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവയുടെ ക്യാമ്പസുകളിലായി സംഘടിപ്പിച്ച തൊഴിൽ പൂരത്തിൽ 151 തൊഴിൽദാതാക്കളിൽ നിന്ന് 577 മേഖലകളിലെ 35,000 തൊഴിലുകളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത്. വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക്, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ തുടങ്ങിയവർ മേളയിൽ സംബന്ധിച്ചു. മേള സന്ദർശിച്ച് സംസാരിക്കവേ തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോബ് ഫെയർ അവസാനിക്കുന്ന മെയ് മാസത്തോടെ തൊഴിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു മേള നടത്തിയത്. വിജ്ഞാന കേരളം കൺസൾട്ടന്റ് ഡോക്ടർ P സരിൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, വർഗീസ് കണ്ടംകുളത്തി, KSFE ഡയറക്ടർ അഡ്വക്കേറ്റ് UP ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പൈതൃക വൃക്ഷം, മൃഗം, പക്ഷി, ചിത്രശലഭം, ജലജീവി, മത്സ്യം എന്നിവ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് ബയോ ഹാർമണി ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല EK വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലയുടെ ഔദ്യോഗിക സ്പീഷീസ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി വിപുലമായ ജനകീയ പരിപാടികളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിലെ BMCകളിൽ നിന്നും നാമനിർദ്ദേശം ക്ഷണിക്കുകയും അവ ശാസ്ത്രീയമായി പരിശോധിച്ച് തയ്യാറാക്കിയ ചുരുക്കപ്പട്ടിക ക്ഷണിക്കപ്പെട്ട പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ, ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റി അംഗങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിദഗ്ധ സമിതി അംഗങ്ങൾ 8 വിഭാഗങ്ങളിലെ ചുരുക്കപ്പട്ടിക അവതരിപ്പിച്ചു. പൊതു ചർച്ചയ്ക്ക് ശേഷം പങ്കെടുത്ത തദ്ദേശ സ്ഥാപനങ്ങൾ അഭിപ്രായവും രേഖപ്പെടുത്തി. ചടങ്ങിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. മേയർ ബീന ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BK റീന, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NV ബാബു, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയാമ്മ നൈനാൻ, BMC കൺവീനർ M ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP മഞ്ജു പദ്ധതി വിശദീകരിച്ചു. ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ അധ്യക്ഷർ, സെക്രട്ടറിമാർ, കൺവീനർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 9 വർഷം കേരളത്തിൽ ദേശീയ സരസ് മേളകൾ സംഘടിപ്പിച്ചതുവഴി കുടുംബശ്രീ സംരംഭകർ നേടിയത് 104.35 കോടി രൂപ. ചെങ്ങന്നൂരിൽ സംഘടിപ്പിച്ച സരസ് മേളയിൽ നിന്നാണ് ഏറ്റവും അധികം വരുമാനം ലഭിച്ചത്, 17.57 കോടി രൂപ. ഇതര സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച സരസ് മേളകൾ പങ്കെടുത്തതുവഴി 22 കോടി രൂപയുടെ വിറ്റുവരവും ഇതിനകം നേടിയിട്ടുണ്ട്. കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സരസ് മേളകളിലൂടെ ആകെ 126.35 കോടി രൂപയാണ് സംരംഭകർ നേടിയത്.
പ്രാദേശികവും ദേശീയ തലത്തിലുമുള്ള വിപണന മേളകൾ, മാസച്ചന്തകൾ, ഓണം, വിഷു, റംസാൻ വിപണന മേളകൾ എന്നിവ സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ സംരംഭകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 9 വർഷങ്ങളിലായി 10,815 മാസച്ചന്തകൾ, 916 പ്രാദേശിക ജില്ലാതല ട്രേഡ് ഫെയറുകൾ, 426 ഭക്ഷ്യമേളകൾ, 6,859 ഓണം വിപണന മേളകളുമാണ് സംഘടിപ്പിച്ചത്. ഇതുവഴി 185.86 കോടി രൂപയുടെ വിറ്റുവരവും ലഭിച്ചു. പരമ്പരാഗത വിപണന മാർഗങ്ങൾക്ക് പുറമെ ആധുനിക വിപണിക്കനുസൃതമായ നൂതന വിപണന മാർഗങ്ങളും കുടുംബശ്രീ നടപ്പാക്കുന്നുണ്ട്. സംരംഭകരുടെ വരുമാന വർധനവാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വെള്ളപ്പൊക്കമുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികൾ, രക്ഷാപ്രവർത്തനം എന്നിവയെക്കുറിച്ച് അവബോധം നൽകാനും നിലവിലെ രക്ഷാദൗത്യ സംവിധാനങ്ങൾ കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുന്നതിനും പള്ളിപ്പാട് പഞ്ചായത്തിൽ മോക്ക് ഡ്രില്ലിന് മുന്നോടിയായി ടേബിൾ ടോപ്പ് എക്സസൈസ് സംഘടിപ്പിച്ചു. പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രഞ്ജിനി അധ്യക്ഷയായി. റീബിൽഡ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്സ് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയും കിലയുടെയും ആഭിമുഖ്യത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. യോഗത്തിൽ വിയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേന്ദ്രൻ, ചെറുതന പഞ്ചായത്ത് പ്രസിഡന്റ് എബി മാത്യു, കാർത്തികപ്പള്ളി തഹസിൽദാർ PS സജീവ് കുമാർ, കായംകുളം DYSP ബാബുക്കുട്ടൻ, കില ജില്ലാ കോർഡിനേറ്റർ PU ഹരികൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടേക്കോടുള്ള ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഖരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബയോമൈനിംഗ് പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SMS കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത്. 1.10 ഏക്കർ ഭൂമിയിൽ നിന്ന് 20,902 മെട്രിക് ടൺ മാലിന്യമാണ് നീക്കം ചെയ്യുന്നത്. ഒരു മാസത്തിനുള്ളിൽ വേട്ടേക്കോടിൽ നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യും. 2.75 കോടിയാണ് ഇതിന് ചെലവ് വരുന്നത്. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ VM സുബൈദ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VP ഫിറോസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം പന്തലായനി ബ്ലോക്ക് തല പഠനോത്സവം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിക്കുന്ന പന്തലായനി ബ്ലോക്ക് തല പഠനോത്സവം വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പന്തലായനി BRC പരിധിയിലെ 78 സ്കൂളുകളിലും 5 പഞ്ചായത്തുകളിലുമായി പഞ്ചായത്ത് തലം, മുനിസിപ്പൽ തലം എന്നിങ്ങനെ പഠനോത്സവം നടത്തിയിട്ടുണ്ട്. കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ച് മുതൽ തുവപ്പാറ വരെ 1000-ഓളം പേർ അണിനിരക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ റാലിയും നടത്തി. തുടർന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികൾ, പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടികൾ, മെലഡി നൈറ്റ്, കലാസന്ധ്യ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദീഖ് കിഴക്കയിൽ അധ്യക്ഷത വഹിച്ചു. കൊയിലാണ്ടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഷിജു, പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ പ്രാദേശിക തൊഴിലുകൾ കണ്ടെത്തി അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന ഹയർ ദ ബെസ്റ്റ് പരിപാടി പത്തനംതിട്ടയിൽ ആരംഭിച്ചു. പത്തനംതിട്ട സർക്കാർ അതിഥി മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ വിജ്ഞാന കേരളം സംസ്ഥാന ഉപദേശകൻ ഡോക്ടർ TM തോമസ് ഐസക് പദ്ധതി വിശദീകരിച്ചു. അഡ്വക്കേറ്റ് മാത്യു T തോമസ് MLA അധ്യക്ഷനായി. കുടുംബശ്രീയും വിജ്ഞാന കേരളവും സംയുക്തമായി തൊഴിൽദാതാക്കൾ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടിസ്ഥാന പരിശീലനം നൽകും. ജില്ലയിലെ പ്രധാനപ്പെട്ട തൊഴിൽദാതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. ചടങ്ങിൽ MLAമാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, വൈസ് പ്രസിഡന്റ് ബീന പ്രഭ, ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ S ആദില, KDISC ജില്ലാ പ്രോഗ്രാം മാനേജർ ഷിജു M സാംസൺ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് S രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു. ഓരോ ക്ലാസ്സിലും പ്രായത്തിനനുസരിച്ച് കുട്ടികൾ നേടേണ്ട ശേഷികൾ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ പ്രക്രിയയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠനരീതികളെ ആധുനികമാക്കുകയും ഓൺലൈൻ പഠന ഫോറങ്ങൾ സജീവമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് റാഹേൽ അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായ NK ശ്രീകുമാർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P ഉഷ, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ K ദീപു, CDS ചെയർപേഴ്സൺ രാജീവ് പ്രസാദ്, അധ്യാപകർ, PT അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. എല്ലാ പഞ്ചായത്തുകളിലും യോഗം വിളിച്ചു ചേർത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ഇടുക്കി ജില്ലാ വികസന സമിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കളക്ടർ V വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു.
അടുത്ത 15 ദിവസത്തിനുള്ളിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ സാന്നിധ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ട്രീ കമ്മിറ്റി ചേർന്ന് റോഡരികിൽ അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. വിജ്ഞാന കേരളം ആലപ്പുഴ ജില്ലാതല കൗൺസിൽ രൂപീകരണ യോഗം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കമ്പനികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വിജ്ഞാന കേരളം പദ്ധതി മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക്കും H. സലാം MLA ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. യോഗത്തിൽ ജില്ലാതല കൗൺസിൽ അധ്യക്ഷനായി കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദിനെ തെരഞ്ഞെടുത്തു. DPM ഡാനി വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയുടെ ചാർജുള്ള മന്ത്രിമാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ജില്ലാതല കൗൺസിൽ അംഗങ്ങളാണ്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ CK ഷിബു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ S. ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം 2025 പ്രദർശന വിപണന മേളയ്ക്ക് ഇടുക്കിയിൽ വർണ്ണാഭമായ ഘോഷയാത്രയോടെ തുടക്കം. ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീരാണാംകുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്തുകളുടെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് പേർ അണിനിരന്നു. ചെണ്ടമേളം, ബാൻഡുമേളം, നാസിക് ഡോൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. എറണാകുളം ജില്ലയിലെ പൂതൃക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എറണാകുളം ജില്ലാ ജോയിന്റ് ഡയറക്ടർ KJ ജോയി നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഓഫീസിൻ്റെ നവീകരണം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിവിധ അങ്കണവാടികളിൽ നിന്ന് വിരമിക്കുന്നവരെയും ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TP വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സിനി ജോയ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, സെക്രട്ടറി ദീപു ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കാർഷിക മേഖലയിലുമായി മയ്യിൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന മുന്നേറ്റ മാതൃകകളെ പരിചയപ്പെടാം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ തളിപ്പറമ്പ് നിയോജക
ഈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം പ്രവർത്തനം കാണാം. ശുചിത്വം മാലിന്യ സംസ്കരണം. തൃശൂർ ജില്ലയിലെ കാർഷിക മേഖലകളിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമീണ പ്രദേശമാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. 2011 വർഷത്തെ ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യ 27,209 ആണ്. മറ്റേതൊരു സ്ഥലത്തേതുപോലെ ഗ്രാമപഞ്ചായത്തിലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത തൊഴിലിടങ്ങളും കെട്ടിടങ്ങളും വാഹനപ്പെരുപ്പവും ഏറിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങൾക്ക് മെല്ലെ മെല്ലെ നഗര സ്വഭാവങ്ങൾ കൈവരിക്കുമ്പോൾ ആനുപാതികമായി മാലിന്യങ്ങളും ഏറിവരുന്നു. കൂടാതെ അതിഥി തൊഴിലാളികളുടെ കടന്നുവരവും സാംക്രമിക രോഗങ്ങളുടെ പശ്ചാത്തലവും ഈ രംഗത്ത് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായി പഞ്ചായത്ത് കണക്കാക്കുന്നു. ഹരിത കേരളം മിഷന്റെ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓരോ പ്രദേശത്തെയും മാലിന്യമുക്തമാക്കുന്നതിനായി ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ പരിപാലിക്കുന്നതിനായി 1500 ബയോ ഡൈജസ്റ്റർ പോട്ടുകൾ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിലേക്ക് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായ ഉപയോഗം വഴി മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം അടുക്കളത്തോട്ടത്തിലേക്കുള്ള വളവും ലഭിക്കുന്നു. മാലിന്യമുക്ത ഗ്രാമം പദ്ധതി വഴി ഏകദിന ക്യാമ്പയിനിലൂടെ 36 ലോറി അജൈവ മാലിന്യം ക്ലീൻ കേരള കമ്പനികൾക്ക് കൈമാറുവാൻ സാധിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വൃത്തിയാക്കി തരംതിരിക്കപ്പെട്ട അജൈവ മാലിന്യം ഹരിതകർമ്മ സേന വഴി ശേഖരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന MCFൽ സൂക്ഷിച്ച് RRFൽ പ്രോസസ്സിംഗ് നടത്തി പഞ്ചായത്തിലെ ടാറിംഗ് പ്രവൃത്തികൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. കൂടുതലായി ശേഖരിക്കുന്നവ തരംതിരിച്ച് പാക്ക് ചെയ്ത് പ്രതിമാസം 1.5 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു. പഞ്ചായത്ത് കോമ്പൗണ്ടിലെ ജനകീയ ഹോട്ടലുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്നതിനും കോമ്പൗണ്ടിനകത്തെ വിവിധ സ്ഥാപനങ്ങളിലെ ഭക്ഷണ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനും ഇവിടെ തുമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് പൊതുകെട്ടിടങ്ങളിലും എല്ലാ ഭവനങ്ങൾക്കും ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുന്നതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തി പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ODF+ ആയി ഗ്രാമപഞ്ചായത്തിലെ എളവള്ളി വില്ലേജ് പരിധിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനത്തിൽ 2021-2022 വർഷത്തിൽ 30 ലക്ഷം രൂപ ചിലവ് ചെയ്തുകൊണ്ട് നിലവിലെ ക്രിമിറ്റോറിയം ഗ്രാമപഞ്ചായത്ത് പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട്. സംസ്കാര ക്രിയകൾ ചെയ്യുന്ന ബന്ധുമിത്രാദികൾക്ക് കുളിക്കുന്നതിനാവശ്യമായ ശുചിമുറികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രതിദിനം 6 പേരെ സംസ്കരിക്കാൻ ഉതകുന്ന തരത്തിലാണ് പുതിയ ക്രിമിറ്റോറിയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി വനിതാ സൗഹൃദ ശുചിമുറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 ശുചിമുറികൾ നിർമ്മിക്കാനായിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 31 പൊതുകിണറുകളാണുള്ളത്. പലപ്പോഴും പൊതുകിണറുകളുടെ ചുറ്റുപാടുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയുണ്ട്. കുടിവെള്ള സ്രോതസ്സുകൾ മാലിന്യമുക്തമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന സന്ദേശം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ എളവള്ളി ഗ്രാമപഞ്ചായത്ത് കുടിതെളിനീർ കിണറുകൾ സുന്ദരമാക്കൽ എന്ന പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ 6 പൊതുകിണറുകൾ ശുചീകരിച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ഈ കിണറുകളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. 2021-2022 വർഷത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി 46,23,094 രൂപ വകയിരുത്തി 42,97,497 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ ശുചിത്വ ഗ്രാമം സൃഷ്ടിക്കപ്പെടാനും മാലിന്യമുക്തമായ അന്തരീക്ഷം നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. പാലക്കാട് ജില്ലയിലെ മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് MN ആണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. പാലക്കാട് ജില്ലയിലെ മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗോകുൽദാസ് MN. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? മങ്കര ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രരുടെ സർവേ എടുത്ത സമയത്ത് 31 പേരെയാണ് ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അവർ പലരും മരിച്ചു പോയതുകൊണ്ട് 27 പേരാണ് അതിലുള്ളത്. അതിൽ സ്ഥലമില്ലാത്ത ആൾ എന്ന് പറഞ്ഞിട്ട് കണ്ടെത്തിയത് ഒരാളാണ്.
ആ ഒരാൾക്ക് സ്ഥലം ലഭ്യമാക്കി വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള നടപടികളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അല്ലാതെ തന്നെ നമ്മൾ പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട് അരി വിതരണം ചെയ്ത് അവർക്ക് അരി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ വീട് കേടുവന്ന ആളുകൾക്ക് വീട് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിദരിദ്രരുടെ കാര്യത്തിൽ നമ്മൾ നല്ലൊരു ശ്രദ്ധ പഞ്ചായത്ത് ചെലുത്തുന്നുണ്ട്. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നോട്ട് നമ്മൾ പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളല്ല അല്ല, അതിന് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരാൾക്കാണ് വീട് ഇല്ലാത്ത സ്ഥലമില്ലാത്ത ആളുണ്ടായിരുന്നത്. അവർക്ക് സ്ഥലത്തിന് വേണ്ടി പൈസ വെച്ച് പ്രോജക്റ്റ് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കലക്ടർ ഇടപെട്ടുകൊണ്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും കൂടിയിട്ട് സ്ഥലം കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ അവർ പെടുത്തിയിട്ടുണ്ട്. ഇനി അവരത് കൊടുത്തില്ലെങ്കിലും നമ്മൾ ഈ 25-26 വർഷത്തിലെ പ്രോജക്റ്റിൽ അവർക്ക് സ്ഥലത്തിനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് വീടും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കേടുവന്ന വീടുകളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, അരി നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണം വേണ്ടത് കുടുംബശ്രീകളുള്ള അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും. അരി വേണ്ടവർക്ക് അരി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മരുന്ന് പിന്നെ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ FHSC മുഖാന്തരം അവർക്ക് വേണ്ടുന്ന ആ സംവിധാനം, പിന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ സംവിധാനവും അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഈ കാർഷിക മേഖലയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? മങ്കര ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കർഷകരാണ് അവിടെ ഉപജീവനമാർഗം കൃഷി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മങ്കരയിൽ നെല്ല്, വാഴ, കൂർക്ക, തെങ്ങ്, കുരുമുളക് തുടങ്ങിയ പല രീതിയിലുള്ള കൃഷിയും അവിടെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ആകെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ 422ഓളം ഏക്കർ സ്ഥലത്ത് നെല്ലെന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അതിനാനുപാതികമായ മറ്റ് കൃഷികളും കൃത്യമായി നടത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നൂതനങ്ങളായ പദ്ധതികൾ എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ തരിശ് കിടന്നിരുന്ന 105 ഏക്കറോളം വരുന്ന പ്രദേശം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കൺവർജൻസ് നടത്തി തൊഴിലുറപ്പിലൂടെ ആ 105 ഏക്കർ എന്താ പറയുക കൃഷി ചെയ്യുന്നതിനുള്ള ഭൂമിയാക്കി മാറ്റാനുള്ള നമുക്ക് ഈ കാലഘട്ടത്തിനിടയ്ക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഈ പച്ചക്കറി സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മളവിടെ ഒരു കാർഷിക കർമ്മസേനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. 10ഓളം ആളുകളാണ് ആ കാർഷിക കർമ്മസേനയിൽ ഉള്ളത്. അപ്പോൾ അവർ അവിടെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പദ്ധതി പ്രകാരം ഉള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും മങ്കരയ്ക്ക് മാത്രമല്ല പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകൾക്ക് ഉൾപ്പെടെ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ട് ജൈവ കീടനാശിനികൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു യൂണിറ്റായിട്ടാണ് ആ കാർഷിക കർമ്മസേന പ്രവർത്തിക്കുന്നത്. ആ കാർഷിക കർമ്മസേനയ്ക്ക് ട്രാക്ടർ സംവിധാനമുണ്ട്, നടീൽ മെഷീനുണ്ട്, പുല്ലുവെട്ട് മെഷീനുണ്ട്. അപ്പോൾ എല്ലാം മെക്കനൈസേഷനിലൂടെ, കാരണം തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിന് മെക്കനൈസേഷൻ എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്കാണ് മങ്കര ഗ്രാമപഞ്ചായത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും ഈ NREGSുമായി ബന്ധപ്പെട്ടിട്ട് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം തൊഴിലുറപ്പ് കൃഷിയുമായി കൺവർജൻസ് ഉണ്ടാക്കണമെന്ന് ഒരു ഭാഗത്ത് കൂടെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം നീർച്ചാലുകളിലൂടെ വെള്ളത്തെ ആശ്രയിച്ച മലമ്പുഴ കനാലിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന രണ്ടാം പോല്, ഇപ്പം മുമ്പൊക്കെ 3 പൂവൽ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ മങ്കര ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 1 പൂവൽ പോലും കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുകയാണ്. തൊഴിലാളികളെ കിട്ടാത്തതിന് നമ്മൾ മെക്കനൈസേഷനിലൂടെയുള്ള സംവിധാനം നടത്തുന്നു. അതേപോലെ തന്നെ ഈ രണ്ടാം വിള കൃഷി ചെയ്യുന്നതിന് മലമ്പുഴയിൽ നിന്ന് വെള്ളം വിട്ട് കിട്ടുമ്പോൾ അത് പിന്നെ കഴിഞ്ഞ അടുത്ത കാലം വരെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ചാലുകൾ നേരാക്കി കൊടുക്കാൻ കർഷകർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 1-2 വർഷമായിട്ട് പുതിയ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാലുകൾ നേരാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഭീമമായ തുക കർഷകർക്ക് ചിലവാകുമ്പോൾ അവർ ഈ കൃഷിയിൽ നിന്ന് നെൽകൃഷിയിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിന് ഇത് കൺവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളെ ഈ ഇതുമാതിരിയുള്ള നെൽകൃഷിയിലേക്കും മറ്റും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയാൽ കുറേ കൂടി നന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും മങ്കരയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾ നമുക്ക് ഉഴവുകൂലി ആയാലും ജൈവവളങ്ങളുടെ വിതരണമായാലും പച്ചക്കറി തൈകളായാലും കണ്ടെയ്നർ കൾട്ടിവേഷനിലൂടെ അതിപ്പോൾ
കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ എന്നുള്ള അവർക്ക് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലവും നമ്മൾ കണ്ടെയ്നർ കൾട്ടിവേഷനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? പാലക്കാട് ജില്ലയിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോ, സിദ്ധ 4 മേഖലയിലുള്ള ഏക പഞ്ചായത്താണ് മങ്കര ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നത് ആരോഗ്യമേഖല സമ്പുഷ്ടമാക്കുക, ആരോഗ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള നടപടികളുമായാണ് ഈ ഭരണസമിതി കഴിഞ്ഞ 4 വർഷവും ഉണ്ടാക്കിയ ബഡ്ജറ്റുകൾക്കൊക്കെ മുൻതൂക്കം നൽകിയത്. അപ്പോൾ നമ്മുടെ FHSയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കണ്ണ് പരിശോധനയ്ക്കൊക്കെ ഞങ്ങൾക്ക് പാലക്കാട് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള പാലക്കാട് ജില്ലയിലെ ഹോസ്പിറ്റലിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇടക്കാലത്ത് വരുന്ന ഈ നയനപഥം പദ്ധതിയിലൂടെ വരുന്ന കണ്ണു പരിശോധന മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കണ്ണു പരിശോധന എല്ലാ ആഴ്ചയിലും നമ്മളത് കൃത്യമായിട്ട് കണ്ണു പരിശോധനയ്ക്കുള്ള ഒരു സെൻറ്റർ അവിടെ നടത്തുന്നുണ്ട്. ആ പരിശോധനയിലൂടെ കൂടുതലായിട്ട് ആവശ്യം വരുന്ന ആളുകളെ ജില്ലയിലേക്ക് അയച്ച് കണ്ണു പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മളതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് പഴയ കെട്ടിടങ്ങളാണ് അവിടെ നമ്മൾ FHSയോട് ബന്ധപ്പെട്ടിട്ട് 3 സബ് സെൻറ്ററുകളാണ് മങ്കര ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് അതിൽ ഒരു സബ് സെൻറ്റർ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം മറ്റ് 2 സബ് സെൻറ്ററുകൾ പണ്ട് IPP കാലത്ത് ഉണ്ടാക്കിയ കെട്ടിടങ്ങളായിരുന്നു. അവ ജീർണാവസ്ഥയിലും ഉപയോഗശൂന്യവുമായതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരു കെട്ടിടത്തിന് നമ്മൾ 35 ലക്ഷത്തോളം രൂപ MB ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു കെട്ടിടം അവിടെ പണിയുന്നതിന് വേണ്ടി അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ NHM ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 55.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ലാബ് സംവിധാനത്തിൽ നമ്മൾ ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരു റിഡക്ഷൻ നൽകിക്കൊണ്ട് അവർക്ക് ലാബ് സൗകര്യം ഉപയോഗപ്പെടുത്താനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വയോജനങ്ങളും വൃദ്ധകളും ഗർഭിണികളും ഒക്കെ വരുമ്പോൾ ക്യൂ നിൽക്കാതെ തന്നെ അവർക്കത് ഫസ്റ്റ് നോക്കി ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെ 2 ഡോക്ടറും ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്ത് തന്നെ വെച്ചിട്ടുള്ള ഒരു ഡോക്ടറുടെയും സേവനം നമ്മളവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ യോഗ പരിശീലന പരിപാടികൾ സിദ്ധ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് NHMൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യോഗ പരിശീലന പരിപാടികൾ നമ്മളവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോമിയോ കെട്ടിടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പഴയ കെട്ടിടമായിരുന്നു. അതിപ്പോൾ ഡിമോളിഷ് ചെയ്തിട്ട് 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സംവിധാനവുമായി മുന്നോട്ട് പോവുകയാണ്. വർഷം മുഴുവൻ അവിടെ വരുന്ന ആളുകൾക്ക് മാത്രമല്ല അടുത്ത പഞ്ചായത്തുകളിൽ നിന്നുകൂടി ആളുകൾ വരുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അവർക്ക് കൂടി മരുന്ന് ലഭ്യമാക്കുന്നതിന് പ്രോജക്റ്റിൽ നമ്മൾ പൈസ വെച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ആരോഗ്യരംഗത്ത് നല്ല ഒരു കുതിപ്പ് ഉണ്ടാക്കാൻ മങ്കര ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ 60 വയസ്സിന് മുമ്പുള്ള മുഴുവൻ ആളുകൾക്കും കോവിഡ് വാക്സിൻ കൊടുക്കാൻ മങ്കര ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായ അംഗീകാരങ്ങളും ഒക്കെ ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാപ്രവർത്തകരും മറ്റുള്ള ഫീൽഡ് പ്രവർത്തകരുടെയും നിരന്തരം എല്ലാ മാസവും പാലിയേറ്റീവ് പ്രവർത്തകരുടെയും യോഗം എല്ലാ മാസവും കൂടുകയും അവലോകനം നടത്തുകയും പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായി വരുന്ന സർക്കാരിൽ നിന്ന് അല്ലാതെ വരുന്ന ഫണ്ടുകൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇപ്പോൾ ഈ കട്ടിലായാലും കമോഡായാലും വാക്കിംഗ് സ്റ്റിക്ക് ആയാലും ഒക്കെ കൃത്യമായിട്ട് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം ആരോഗ്യരംഗത്ത് നമ്മൾ എല്ലാ മാസവും അതിനൊരു അവലോകനം നടത്തി അത് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല പാലിയേറ്റീവിൽ ഈ 4 മേഖലയിലുമുള്ള ഡോക്ടർമാരുടെ സേവനം, അതായത് ഫീൽഡിൽ പോയി അവർക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഫീൽഡിൽ പോയി ഒരു രോഗി പറയുകയാണെങ്കിൽ എനിക്ക് ആയുർവേദ ഡോക്ടറെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടറെ അവരുടെ അടുത്ത് എത്തിച്ച് കാണിക്കുക. അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറുടെ മരുന്നാണ് വേണ്ടതെങ്കിൽ അവരെ എത്തിക്കുന്നുണ്ട്. സിദ്ധയാണെങ്കിൽ സിദ്ധ. അപ്പോൾ ആ പാലിയേറ്റീവ് രംഗത്തും നമുക്ക് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ഇന്ന് മീഡിയകളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രൂരമായ പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ
തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് തന്നെയാണ് ത്രിതല പഞ്ചായത്തുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ലക്ഷ്യം. പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ മീഡിയകളുടെ അതിപ്രസരം എന്താണെന്നറിയില്ല, എന്തായാലും സ്ത്രീകളും കുട്ടികളും ഏറ്റവും അധികം എന്താ പറയേണ്ടത് പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ ആ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതുതന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്താണ് ഇത് വർദ്ധിച്ചത് എങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ നമ്മൾ മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഇവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രോജക്റ്റുകൾ എടുത്ത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രദ്ധാലുക്കളായിരുന്നു എന്നതുകൊണ്ട് തന്നെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ വളരെ വളരെ പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അത് ചിലപ്പോൾ അതിൻ്റെ ബോധവൽക്കരണ പരിപാടി കൊണ്ടായി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ഭരണസമിതി മാത്രം വിചാരിച്ചാൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞ് അവർ പ്രഗ്നൻസിയിലേക്ക് കടക്കുമ്പോൾ മുതലുണ്ടാകുന്ന അവരുടെ ആ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് 27 അംഗൻവാടികളാണ് മങ്കര ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഈ 27 അംഗൻവാടികളിൽ പലപ്പോഴും നമ്മൾ ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് അവിടെ വരുന്ന അഡോളസൻ്റ് ഗ്രൂപ്പുകൾക്ക് എന്താ പറയേണ്ടത് നമ്മൾ കൗൺസിലിംഗ് സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ ഈ പക്വത ആകുന്ന മെച്യൂർഡ് ആകുന്ന ആ പ്രായം തൊട്ട് തന്നെ അവർക്ക് ഇതൊരു എന്തോ ഒന്നല്ല, ഇത് ശാരീരികമായ വളർച്ചയുടെ ഭാഗമാണെന്നും അത് നമ്മൾ ആ രീതിയിൽ കാണണമെന്നും നേരത്തെ ഈ പറഞ്ഞ മാതിരി വാക്കുകൊണ്ടോ നോക്കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാക്കുന്നതിനുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ അംഗൻവാടികൾ മുഖേനയും സ്കൂൾ മുഖേനയും നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജാഗ്രതാ സമിതികളുടെ ശക്തമായ ഇടപെടലുകൾ, ഇപ്പോൾ 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അവർക്ക് സ്നേഹം കിട്ടാതെ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ അവർ ഈ അംഗൻവാടി ആൾക്കാരും അതുപോലെ തന്നെ ആശാപ്രവർത്തകരും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടാകും. പിന്നെ ആരോഗ്യരംഗത്ത് നമുക്കറിയാം ഇന്ന് ഈ മൊബൈലുകളിലൂടെയാണ് ആൾക്കാർ മുഴുവൻ ജീവിച്ചു പോകുന്നത്. തുടക്കം മുതൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈൽ, ഒരു 5 മിനിറ്റ് മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആർക്കായാലും സഹിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും വന്നോ, മെസ്സേജ് വന്നോ അല്ലേ. അപ്പോൾ ശാരീരികമായിട്ടുള്ള BP, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ അമിതമായ വണ്ണവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മങ്കര ഗ്രാമപഞ്ചായത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജിമ്മിൻ്റെ പരിപാടി വളരെ നാമമാത്രമായ ഫീസ് ഈടാക്കിക്കൊണ്ട് ജിമ്മ് നമ്മുടെ FHCയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് നല്ല റെസ്പോൺസാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച യോഗ പരിശീലന പരിപാടികൾ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളതിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഈ കുട്ടികളിലാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളായാലും മാലിന്യ പ്രശ്നങ്ങളായാലും ഒക്കെ എല്ലാ പ്രശ്നങ്ങൾ ഭാവി ഭാരതം കെട്ടിപ്പടുക്കേണ്ടത് ഈ കുട്ടികളാണ് എന്നതുകൊണ്ട് തന്നെ അവരിലൂടെ മാത്രമാണ് നമുക്ക് ഒരു സർക്കാർ വിചാരിച്ചാലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വിചാരിച്ചാലും പൂർണ്ണമായിട്ട് നമുക്കൊരു പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ കുട്ടികളിലൂടെ വന്ന് അത് മുകളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഹരിതസഭ പോലുള്ള പരിപാടികൾ കുട്ടികളിൽ നിന്ന് സംഘടിപ്പിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം. അതുപോലെ തന്നെ കുട്ടികളുടെ ഗ്രാമസഭകൾ നമ്മൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടി അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേമങ്ങൾ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ടാകുന്ന കുടുംബത്തിലുള്ള ആളുകളുടെ വേദന അത് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കുന്നതിനും അപ്പുറത്താണ്. കാരണം അവരുടെ കാലശേഷം ആ കുട്ടി എന്ത് എന്നുള്ളത് അവരിൽ ആ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ
തന്നെ മങ്കര ഗ്രാമപഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് പല കുട്ടികൾക്കും ചെറുപ്രായത്തിൽ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നമുക്ക് തെറാപ്പി സെൻ്ററുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റുകളെ വെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ നമുക്ക് പ്രാപ്തരാക്കാൻ കഴിയും എന്ന ഉത്തമ ബോധ്യം പഞ്ചായത്തിന് ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 15 സെൻറ്റ് സ്ഥലവും ഒരു 1200 ഇത് വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും നമ്മൾ ഒരു ഗോകുലൻ എന്ന് പറയുന്ന അവർ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലം നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് BRCയുടെ കൂടി സഹകരണത്തോടു കൂടി ഇപ്പോൾ ഈ ഏപ്രിൽ 1 കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഒരു തെറാപ്പി സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ വരുന്ന സ്ഥലം ആണ് വെള്ളറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. ആ വെള്ളറോഡിൽ വരുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഒരു സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭരണസമിതി ഏറ്റവും മുൻതൂക്കം കൊടുത്തത് ഇത് പലപ്പോഴും ബാങ്കുകളിലും പഞ്ചായത്തുകളിലൊക്കെ യൂറിൻ സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി മറ്റ് ഒരു ടൗൺഷിപ്പ് ആയി കിടക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള ഒരു സൗകര്യം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറിഗേഷനിൻ്റെ സ്ഥലത്തു നിന്ന് കലക്ടറുടെ പെർമിഷനോടുകൂടി എടുത്ത് ടേക്ക് എ ബ്രേക്ക് നമ്മൾ വെള്ളറോഡ് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്കുരിശി ടൗണിലും ഇതുപോലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മങ്കര പഞ്ചായത്ത് ദുരന്ത സാധ്യത പ്രദേശങ്ങളാണോ? ആണെങ്കിൽ ഇപ്പോൾ ദുരന്ത നിവാരണത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? മങ്കര ഗ്രാമപഞ്ചായത്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ദുരന്തം സംഭവിക്കേണ്ട ഒരു പ്രദേശം അല്ല. കാരണം ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശമായതുകൊണ്ട് വെള്ളപ്പൊക്കമോ ആ വക സംവിധാനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പഞ്ചായത്താണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കോവിഡ് പോലെ ഉള്ള ദുരന്തങ്ങൾ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് അതിൽ അവിടെ നമുക്ക് ഒരു RRT ടീം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പം ഇതല്ലാതെ ഈ പറയുന്ന ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ അല്ലാതെ വരുന്ന ചില അവിചാരിതമായ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ സ്ഥലത്തൊരു തീപിടുത്തം ഉണ്ടായി. അത് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെ ഒരു ടീമാക്കി വെച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ ദുരന്ത നിവാരണം നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളണ്ടിയേഴ്സ് ടീം സന്നദ്ധമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പങ്ക് വഹിക്കേണ്ടത് എന്ന ഒരു ധാരണ സർക്കാരിനും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പഞ്ചായത്തിൻ്റെ അധീനതയിൽപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്ന അതിൽ ഫോറസ്റ്റിൻ്റെ ഏരിയയുണ്ട്, PWDയുടെ ഏരിയയുണ്ട്, പല വകുപ്പുകളുടെ ഇറിഗേഷൻ്റെ ഏരിയ, പല വകുപ്പുകളുടെ ഏരിയകളൊക്കെ പാടെ ചേർന്നതാണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശം. പക്ഷേ ആ അതിർത്തി പ്രദേശത്ത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവർ കൈ കഴുകിക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥർ പഞ്ചായത്താണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കണം. പക്ഷേ എന്തൊക്കെ ആയാലും ആര് കൈയൊഴിഞ്ഞാലും പഞ്ചായത്തുകളെ സംബന്ധിച്ച് മാലിന്യ നിർമ്മാർജ്ജനം അതിപ്രധാനമായ ഒരു സംവിധാനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തുകൾക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയുള്ളൂ. പക്ഷേ മാസ്സായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ ഹരിത കർമ്മസേനയുടെ 100% യൂസർ ഫീ പിരിക്കുന്നതിനുള്ള സംവിധാനവുമായി പോകുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് മങ്കര ഗ്രാമപഞ്ചായത്ത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വഴിയോരങ്ങളിൽ ഈ വേസ്റ്റ് കൊണ്ടേ തള്ളുക എന്ന ആ പ്രവണത പൂർണ്ണമായും നമുക്ക് മാറ്റാനായിട്ട് ഇപ്പോഴും കഴിഞ്ഞു എന്ന വിശ്വാസം നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 സ്പോട്ടുകളാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. കാരണം നിരന്തരം മാലിന്യം, ഈ മങ്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പാലക്കാട് കൊളപ്പുള്ളി നാഷണൽ ഹൈവേയിൽപ്പെട്ട പ്രദേശത്താണ്. അപ്പോൾ അതിൽ വിജനമായ സ്ഥലങ്ങൾ വരുന്ന പ്രദേശത്താണ് ഇത് കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിൽ ഇത് നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ അവിടെയുള്ള ആളുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളവിടെ റോഡിൻ്റെ പാതയോരത്ത് ഒരു ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ചവിട്ടിലെ തോട് ഭാഗത്ത്, ചാത്തിക്കഴായി തോടിൻ്റെ ഭാഗത്ത്, പഴയ നിരഞ്ജൻ തോട് എന്നൊക്കെ പറയുന്ന അതിൻ്റെ
അരികിൽ നമ്മൾ ഒരു ഗാന്ധി സ്ക്വയർ പറഞ്ഞിട്ടൊരു സംവിധാനം, ഗാന്ധിജിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയും ആളുകൾക്ക് വൈകുന്നേര നേരങ്ങളിൽ ഇരിക്കാനും ഉല്ലസിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തതോടെ ആ ഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിന് കുറവല്ല, അത് ഒഴിവായിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഒഴിവായിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് ഒരുപാട് വരുന്ന പാടം കിടക്കുന്ന പ്രദേശത്താണ്. അവിടെ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം ലൈനും മറ്റ് ഭാഗത്തു കൂടെയാണ്. PWD റോഡാണെങ്കിൽ പോലും കറണ്ടില്ല. അപ്പോൾ ആ പ്രദേശത്ത് ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വർഷത്തെ പ്രോജക്റ്റിൽ നമ്മൾ സോളാറിൻ്റെ CCTV വയ്ക്കുന്നതിനുള്ള സംവിധാനമാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാലിന്യങ്ങൾ, വീടുകളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങൾ 14 വാർഡുകളിലും നമ്മൾ 14 വാർഡാണ് മങ്കരയ്ക്കുള്ളത്, മിനി MCFകൾ, ആവശ്യത്തിന് മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ തന്നെ MCF പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടേക്ക് RRFലേക്ക് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുൻപുറം, എന്തായാലും നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടും പരിസരവും എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണല്ലോ അതിൽ. അപ്പോൾ അതിൽ മങ്കരയുടെ പഞ്ചായത്തിൻ്റെ മുമ്പുറത്ത് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഉദ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാളികാവ് പുഴയുടെ തീരത്ത് ഒരു ശലഭോദ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചത്തുരുത്ത്, മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 10 സെൻറ്റ് വരുന്ന ഒരു സ്ഥലത്ത് ഒരു പച്ചത്തുരുത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ പുഴയുടെ ഓരത്ത്, കാളികാവ് ഭാരതപ്പുഴയുടെ ഓരങ്ങളിൽ വളരെ വളരെ മുമ്പ് തന്നെ മുളകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ മൺമറഞ്ഞു പോയ അരങ്ങാട്ടിൽ ബാലൻ എന്ന് പറയുന്ന അവാർഡ് ജേതാവ് ഞങ്ങളുടെ പഞ്ചായത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് മരങ്ങൾ, ഈ ഓക്സിജൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള മരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കരിമ്പനകളുടെ നാടാണ് പാലക്കാട് എന്ന് പറയുമെങ്കിലും കരിമ്പനകൾ ഇന്ന് നൊങ്കൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് പാതയോരങ്ങളിൽ വിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വരും കാലഘട്ടത്തിൽ മങ്കരയ്ക്ക് ആവശ്യമായ നൊങ്ക് മുഴുവൻ മങ്കരയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്രയും പനകൾ അദ്ദേഹം ഇപ്പോൾ വെച്ച് ഒരുമാതിരി വളർന്നതിന് ശേഷം ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മൺമറഞ്ഞു പോയത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാലേട്ടനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുമാതിരി നാച്ചുറൽ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബിന് രൂപം നൽകിയിട്ട് അവിടെ ഒരു ടീം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിലും നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരിതകർമ്മസേന അതന്നെ പറഞ്ഞ QR കോഡ്, എല്ലാ വീടുകളിലും QR കോഡുകൾ ഒട്ടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങളുടെ യോഗം എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ അതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അവർക്ക് അതിനാവശ്യമായ യൂണിഫോം ആയാലും മറ്റു ഉപകരണങ്ങളായാലും പഞ്ചായത്ത് കൃത്യമായിട്ടത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ബോധവൽക്കരണത്തിൻ്റെ പോരായ്മ എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളിലുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം പൂർണ്ണമല്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് വേസ്റ്റ് അടുത്തുള്ളവൻ്റെ തൊടി കൊണ്ടുപോയിട്ടാലേ സമാധാനമാകൂ പറഞ്ഞ, പിന്നെ അല്ലെങ്കിൽ പൊതുവഴി കൊണ്ടുപോയിട്ടാലേ സമാധാനമാകൂ പറയുന്ന ഒരു വിഭാഗം മറ്റുള്ളവരുടെ പോലെ തന്നെ മങ്കരയിലുണ്ട്. അത് എടുക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പുകാരും ഹരിതകർമ്മസേനക്കാരും ജനപ്രതിനിധികളും കൂട്ടായി ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് മാറ്റുന്ന ഒരു സംവിധാനവും ബോധവൽക്കരണ പരിപാടികൾ ഗ്രാമസഭകളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്ലാസ്സുകൾ വരെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ. മങ്കര പഞ്ചായത്തിൻ്റെ ടൂറിസം പ്രവർത്തനങ്ങളെ കുറിച്ച്, വികസന പദ്ധതികൾ. മങ്കര ഗ്രാമപഞ്ചായത്ത് ടൂറിസം വികസനത്തിന് സാധ്യതയില്ലാത്ത പഞ്ചായത്തല്ല എന്ന് പറയാൻ കഴിയും. എന്നാൽ ഒരുപാട് വലിയ സാധ്യതകളൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരുപാട് കാലം മുമ്പ് തന്നെ പുരാണങ്ങളിലൊക്കെ പറയുന്ന നിരഞ്ജൻ തോട് എന്ന് പറയുന്ന തോട് മങ്കരയിലൂടെ ഒഴുകി വന്ന് ആണ് ഭാരതപ്പുഴയിൽ എത്തുന്നത്. അങ്ങനെ ആ ഭാരതപ്പുഴയിൽ എത്തുമ്പോൾ നിലവിൽ ഭാരതപ്പുഴയിൽ 3 തടയണകളുള്ള ചിലപ്പോൾ ഏക പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ മങ്കരയായിരിക്കും. കണ്ണംകടവ്, സത്രംകടവ്, പത്തിരിപ്പാലയിലത്തെ കടവ്, ഈ 3 എണ്ണമുണ്ട്. ഈ 3 കടവിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ പുഴയോരങ്ങളുണ്ട്. ഈ പുഴയോരങ്ങളിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിനുള്ള പാർക്കുകൾ സ്ഥാപിക്കാൻ സാധ്യതയുള്ള
പ്രദേശമാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബോട്ടിങ് സംവിധാനങ്ങൾ വെക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ കുന്നക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശം വെസ്റ്റേൺ ഫോറസ്റ്റാണ്. അതിലും ഈ പറഞ്ഞ മാതിരിയുള്ള സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ അറ്റ വേനൽക്കാലത്തും ഈ കുന്നക്കാട് എന്ന് പറയുന്ന കാട് എന്ന് പേര് മാത്രമേ ഉള്ളൂ, മരങ്ങളൊന്നും അതിലില്ല. പക്ഷെ ആ കുന്നിൻ്റെ മുകളിൽ ഇപ്പോഴും പാറക്കെട്ടിൽ വെള്ളം നിൽക്കുന്ന പ്രദേശങ്ങൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറയുന്നത് പോലെ ഒട്ടനവധി സർ സി ശങ്കരൻ നായർ, OV വിജയൻ തുടങ്ങിയ ഒട്ടനവധി മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ്. അതുകൊണ്ട് തന്നെ ഈ വക സാധ്യതകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒക്കെ ചുരുങ്ങിയ വീടുകൾ 5 സെൻറ്റിലും 3 സെൻറ്റിലും 2 സെൻറ്റിലും ഒക്കെ വീട് ആയി കഴിയുന്ന ആ കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും ഉള്ള സംവിധാനത്തിന് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ട് ഇപ്പോൾ വികസിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ മാനസിക ഉല്ലാസത്തിനും ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രദേശമാണ്. പക്ഷേ സാമ്പത്തിക പരിമിതികൾ ഉള്ളതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയില്ല. ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാമോ? കാലഘട്ടത്തിനനുസരിച്ച് വളരേണ്ടി വരുമ്പോൾ ഭാവിയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയാം. ടെലി കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും കാലഘട്ടങ്ങളിൽ എന്തൊക്കെ വേണം എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയുക പ്രവചനാതീതമാണ്. കാരണം നാൾക്ക് നാൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ആ സമയങ്ങളിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് വേണ്ടത് എങ്കിലും നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം നമുക്ക് ആവശ്യമാണ്. അത് നേരത്തെ പറഞ്ഞ മാതിരി ഫ്ലാറ്റ് മോഡലുകൾ ആണ് ഇപ്പോൾ അധികവും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ല, കുട്ടികൾക്ക് രക്ഷിതാക്കളെ നോക്കാൻ സമയമില്ല. അനാഥാലയങ്ങളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവണം. ഇനി ഒരിക്കലും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഈ എന്താ പറയുന്നത് സ്നേഹം, മമത ഇതൊക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ കുറേ കൂടി താല്പര്യം എടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് അനാഥാലയങ്ങളുടെ എണ്ണം കുറയുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുക, ആ കുട്ടീനെ നമ്മൾ അമേരിക്കയിലേക്ക്, ലണ്ടനിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാൻ വലിയൊരു പ്രതിസന്ധിയാണ് വരും തലമുറ വരാൻ പോകുന്നത്. കാരണം നമ്മളിവിടെ എന്താ പറയുക സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞു 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞാലും വലിയ ഫീസൊന്നും ഇല്ലാതെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആകാൻ പോകുന്നു, CA കഴിഞ്ഞവരാകുന്നു, ഡോക്ടർ, എഞ്ചിനീയർ, ഇവരൊക്കെ കോഴ്സ് പൂർത്തിയാകുന്നതോടുകൂടി ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നല്ല പാക്കേജ് കിട്ടുമ്പോൾ അവരങ്ങോട്ട് പോകുന്നു. അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയുടെ സോഴ്സാണ് മറ്റ് രാജ്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് ആ ഭാവി കുട്ടികളെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി കുട്ടികളിൽ ഈ നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള സ്നേഹവും ബന്ധങ്ങളും മമതിയും ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അതേപോലെ തന്നെ പഞ്ചായത്തുകളുടെ കടമയിൽപ്പെട്ടിട്ടുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള മേഖല. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ LP സെക്ഷനാണ് പഞ്ചായത്തുകൾക്ക് ഉള്ളതെങ്കിലും അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ രംഗത്തും ആരോഗ്യ രംഗത്തും കാതലായ മാറ്റങ്ങൾ കാലാനുസൃതമായി വരുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിവും പ്രാപ്തിയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ആവട്ടെ നമ്മളുടെ വരുന്ന പ്രവർത്തനങ്ങൾ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ഇന്ത്യയുടെ ഭാവി കുട്ടികളുടെ കയ്യിലാണ്. ആ ഭാവി സുരക്ഷിതമാക്കാൻ കുട്ടികളെ കുറേ കൂടി എന്താ പറയുക പ്രാപ്തരാക്കുന്ന നിലപാടുകളും നടപടികളുമായി സർക്കാരുകൾ മുന്നോട്ട് വരട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. തദ്ദേശം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.